നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം ദൈവരാജ്യ പ്രസംഗങ്ങളുടെ കർത്താവിന്റെ സന്ദേശങ്ങളെ കോർത്തിണക്കി ധന്യനായ അപ്പോസ്തലൻ മത്തായി എഴുതിയിരിക്കുന്ന വളരെ ശക്തമായ സുവിശേഷ ഭാഗമാണ് മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം. ദൈവരാജ്യങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പരാമർശങ്ങൾ, ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹം അതെന്താണെന്നും അതിന്റെ സാധ്യത എന്താണെന്നും ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞ അനേക ഉപമകളിൽ ഒന്നാണ് ഈ പകലിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വായിക്കുവാൻ ഇടയായിട്ടുള്ളത്. 33 വർഷങ്ങൾ ഈ ഭൂമിയിൽ പാർത്ത് 3.5 വർഷത്തെ ദൈർഘ്യമേറിയ ശുശ്രൂഷയുടെ നടുവിൽ കർത്താവ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആശയമാണ് ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന്റെ രാജ്യം അനേക ഇടങ്ങളിൽ ഓടി നടന്ന മനുഷ്യർ ദൈവത്തിന്റെ അടുക്കൽ നിന്നൊരു പ്രവാചകൻ വന്നു എന്നറിഞ്ഞ് എല്ലാവരും അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. മരുഭൂമിയിൽ ഒരുവന്റെ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാന്റെ അടുക്കലേക്ക് അവർ ഓടിച്ചെന്നു. എവിടെന്നെങ്കിലും ഒരു ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കൊതിക്കുന്ന ഒരു പറ്റം ജനത്തെ ഇന്ന് പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. കേവലം ഒരു അത്ഭുതത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഈ ഭൗമികമാകുന്ന വിഷയങ്ങളുടെ അന്വേഷണത്തിന് വേണ്ടി മാത്രം സഞ്ചരിക്കുന്നവരെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം ശബ്ദം കേൾക്കുവാൻ യോഹന്നാന്റെ അടുക്കലേക്ക് പോയ ജനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ മരുഭൂമിയിലേക്ക് എന്ത് കാണാൻ വേണ്ടിയാ പോയത്? കാറ്റിനാൽ ഉലയുന്ന ഒരു ഓടയെ കാണുവാൻ വേണ്ടിയാണോ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാട്ടുതേനും അതുപോലുള്ള ആഹാരങ്ങളും കഴിക്കുന്ന ഒട്ടകത്തോലിട്ടുകൊണ്ട് പ്രസംഗിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ കാണുവാൻ വേണ്ടിയാണോ നിങ്ങൾ പോയത്? അവർ പറയുമല്ല, ഞങ്ങൾ ദൈവരാജ്യത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് പോയത്. വേഗത്തിൽ ആവിർഭവിക്കുന്ന ദൈവരാജ്യത്തെ ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങൾ കാണുമെന്നും അതിനെ പ്രചരിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന ഒരുവനെ ദൈവം അയക്കുമെന്നും ഞങ്ങൾ വായിച്ചറിഞ്ഞ ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ചിലത് കണ്ടപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നു. ആ മനുഷ്യന്റെ സന്ദേശം ഏകദേശം പൂർത്തീകരണ ഭാവത്തിലേക്ക് എത്തുന്ന സമയത്ത് മറ്റൊരുവൻ, നസറായനായവൻ, നസറത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. യോഹന്നാന്റെ പ്രസംഗത്തിന്റെ കൾമിനേഷൻ പൂർത്തീകരണത്തിലെത്തിയ അനന്തരം ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് മാറി സഞ്ചരിച്ചു. ഓഡിയൻസ് അവിടെ വർദ്ധിച്ചു. യോഹന്നാനോട് ശിഷ്യന്മാർ ചോദിച്ചു, അവന്റെ അടുക്കൽ പണ്ട് നിന്റെ അടുക്കൽ വരുന്നതിനെക്കാട്ടിലും അധികം അവന്റെ അടുക്കലേക്ക് ആളുകൾ വർദ്ധിക്കുന്നല്ലോ. യോഹന്നാന്റെ മറുപടി, ഞാനോ കുറയണം, അവനോ വളരണം. Let I be decreased more and more. ഞാൻ കുറയട്ടെ, അവൻ വളരട്ടെ. അവന്റെ കൂടെ അടുക്കൽ വന്ന ശിഷ്യന്മാർ പുരുഷാരത്തിന് മുഴുവനും അറിയേണ്ട ഒറ്റ വിഷയമുണ്ടായിരുന്നു: എപ്പോഴാണ് ഒരു രാജ്യം ആരംഭിക്കുന്നത്? ദൈവരാജ്യം എവിടെയാണ്? അവന്റെ അടുക്കൽ കടന്നു വന്ന എല്ലാ ജനത്തോടും കർത്താവ് അസന്നിഗ്ധമായി പറഞ്ഞ, അല്ലെങ്കിൽ അവന്റെ മനസ്സിന് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കർത്താവ് ഒരു ആശയം അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഇത്രയും നാളുകൾ ഓടി പല സ്ഥലങ്ങളിലും തീർത്ഥാടനം നടത്തി ഓരോ വ്യക്തികളിൽ നിന്നും ദൈവരാജ്യം എവിടെയാണെന്നും അതിന്റെ സത്യങ്ങൾ എവിടെയാണെന്നും തിരിച്ചറിയുവാൻ വേണ്ടി ശ്രമം നടത്തിയ ഈ ജനത്തെ നോക്കി കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്.
ഈ ദൈവരാജ്യം ഉള്ളിൽ വന്നത് അതിന്റെ പുറകിൽ വെളിപ്പെട്ട സ്വാധീനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ പ്രസംഗമാണ്, സന്ദേശമാണ്. ആ സന്ദേശത്തിൽ കൂടെ പ്രാപിച്ച ഒന്നാണ് ദൈവരാജ്യത്തിന്റെ വിത്ത്, വചനം എന്ന വിത്ത് ഹൃദയങ്ങളിൽ വന്ന് വീഴുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം എന്ന വിത്ത് ഹൃദയങ്ങളിൽ വീഴുവാനിടയായി തീർന്നു. കെടുന്ന ഒന്നല്ല, കെടാത്ത ഒരു വചനത്തിന്റെ വിത്ത് ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളെ കർത്താവ് കണ്ടിട്ട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിത്ത് ദൈവം പാകിയിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് കർത്താവിനെ പോലെ ആകുവാനാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന സാധ്യത. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഒരു മഹാമനുഷ്യനെ പോലെ ആകുവാനുള്ള അവസരമല്ല ദൈവം നമുക്ക് തുറന്നു വെച്ചിരിക്കുന്ന സാധ്യത. നമുക്ക് ലഭിച്ചതിൽ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെയാകുക എന്നുള്ളതാണ്. Our greatest possibility is that we become like the master. നമ്മുടെ കർത്താവിനെ പോലെ ആകുവാൻ കഴിയുന്ന സാധ്യതയാ ഇന്ന് പകലിൽ ദൈവരാജ്യം നമുക്ക് വേണ്ടി വെച്ചു നീട്ടിയിരിക്കുന്നതാണ്. Praise the Lord. Praise the Lord. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവെ വിളിച്ചു പറയട്ടെ, ആരെ പോലെ ആകാൻ കഴിയും? ക്രിസ്തുവിനെ പോലെ ആകാൻ കഴിയും. Praise the Lord. ഇന്ന് പകലിൽ നീ ആ ക്രിസ്തു സാധ്യതയെ എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? ആ വിത്തിനെ നീ എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? ഈ ഭൂമിയിലുള്ള ചില ഭൗമിക ആവശ്യങ്ങളെ കാട്ടിലപ്പുറമായി അപ്പ ഈ ഭൂമിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അങ്ങ് നടന്നതുപോലെ, അങ്ങ് സഹിച്ചതുപോലെ, അങ്ങ് സ്നേഹിച്ചതുപോലെ, അങ്ങ് ക്ഷമിച്ചതുപോലെ, അങ്ങ് ധ്യാനിച്ചതുപോലെ ഞങ്ങൾക്കാകാൻ കഴിയുന്ന സാധ്യത ഞങ്ങളുടെ മനസ്സിൽ ദൈവമിട്ടിട്ടുണ്ട്. Praise the Lord. ലോക മനുഷ്യനെ പോലെയാകുവാനല്ല, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ പോലെയാകുവാനല്ല, ക്രിസ്തുവിനെ പോലെയാകുവാനുള്ള സാധ്യത ദൈവം നമ്മുടെ അകത്ത്. Praise the Lord. അതാണ് ക്രിസ്തു നമ്മുടെ അകത്തിട്ടിരിക്കുന്ന വിത്ത്. ആരെ പോലാകാൻ? ക്രിസ്തുവിനെ പോലാകാൻ. The possibility is that we becoming like Christ. ക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള സാധ്യത. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ സുഗന്ധം വരുത്തുന്നവർ ആയിത്തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. Praise the Lord. നമുക്കൊക്കെ ഫിംഗർ പ്രിന്റ് ഉള്ളതുപോലെ, വിരലടയാളങ്ങൾ ഉള്ളതുപോലെ, we all have our order prints. നമുക്കൊക്കെ ഒരു മണമുണ്ട്, അല്ലേ? ഒരു മീൻപിടുത്തക്കാരന്റെ മണം അവന്റെ മണമല്ല, അവൻ എന്തിനോട് ഇടപഴകുന്നോ അതിന്റെ സുഗന്ധം അല്ലെങ്കിൽ അതിന്റെ മണം അവനുള്ളത്, അല്ലേ? ഒരു ആട് മേയ്ക്കുന്ന വ്യക്തി, ഒരു ഇടയന് മണം ഇടയന്റെ മണമല്ല, ഏതിനോട് കൂടെയാണോ അവൻ ഇടപഴകുന്നത് അതിന്റെ മണമാണ്, അതിന്റെ മണമാണ്. ഒരു കർഷകൻ വയലിൽ അധ്വാനിച്ചിട്ട് കടന്നു വരുമ്പോൾ അവന്റെ മണം അവന്റെ മണമല്ല, ഷേറിന്റെ മണമാണ്. കാരണം അവിടെ ആയിരുന്നു അവൻ ആയിരുന്നത്. ഹല്ലേലൂയ. ഈ പകല് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവവൈതലേ, ഏകദേശം എത്രയോ വർഷങ്ങളായി കർത്താവിനെ നാം അറിയുന്നു എന്ന് പറയുന്നു, അവനോട് അടുത്തായിരിക്കുന്നു എന്നൊക്കെ നാം അഭിമാനിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് ചോദിക്കുന്ന പ്രഥമ ചോദ്യം, നിന്നിൽ നിന്ന് ഏത് മണമാ വരുന്നത്? Do you smell like Christ?
ക്രിസ്തുവിന്റെ സുഗന്ധമാണോ നിന്നിൽ നിന്ന് വ്യാപരിക്കുന്നത്? ശ്രദ്ധിക്കണമേ, ഈ മാർഗം അടിമകളുടെ മാർഗമായിരുന്നു. ഏകദേശം ഒരു 3 നൂറ്റാണ്ടുകൾ, 3 centuries, 300 years അടിമകളുടെ മാർഗമായിരുന്നു. അടിമകൾക്ക് ഒരു സുഗന്ധമുണ്ടായിരുന്നു, ഒരു മണമുണ്ടായിരുന്നു. അത് സാധാരണ ലോകം വിളിച്ചിരുന്നത് ലോകത്തിൽ മൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗന്ധമായിരുന്നു. ഈ അടിമകൾക്കും അടിമകളുടെ ഗന്ധത്തെ കുറിച്ച് ലോകം പറഞ്ഞിരുന്നു. ആ മാർഗത്തിന്റെ അനുസാരികളോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ക്രിസ്തുവിന്റെ സുഗന്ധമാണ്. ഞാൻ പറയുന്ന വചനം നിങ്ങൾ ഗ്രഹിക്കുന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അടിമകൾ കയറി വരുമ്പോൾ മേലാളന്മാർ മൂക്കുമൊത്തുന്ന സംസ്കാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് അവർക്ക് ലേഖനം എഴുതിയിട്ട് പറഞ്ഞു: നിങ്ങൾ ക്രിസ്തുവിന്റെ സുഗന്ധമാണ്. ലോകം നിന്നെ നോക്കി മൂക്കുമൊത്തുമ്പോഴും വചനം നിന്നെ പറയാ, നിനക്ക് ക്രിസ്തുവിന്റെ മണമാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നിന്നിൽ നിന്ന് വെളിപ്പെടുന്ന സുഗന്ധം എന്താ? എന്ത് ഗന്ധമാണ് നിന്നിൽ നിന്ന് പുറത്തു വരുന്നത്? ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറയുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനെ കണ്ടു. ചേർത്ത് പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ ഈ കുഷ്ഠരോഗി കണ്ണുനീര് ധാരധാരയായി ഒഴുകി വരുന്ന ഈ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു: എന്തിനാ നീ കരയുന്നത്? കെട്ടിപ്പിടിച്ചിട്ടല്ലേ പോയത്? എന്തിനാ നീ നിലവിളിക്കുന്നത്? അവന്റെ മറുപടി: that man smelled Christ. ആ മനുഷ്യന് ക്രിസ്തുവിന്റെ വാസന ഉണ്ടായിരുന്നു. ഈ പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു ചോദിക്കട്ടെ, നിങ്ങളുടെ അടുക്കൽ വരുന്ന ഒരുവന് പറയാൻ കഴിയുമോ ഇവനിൽ ക്രിസ്തുവിന്റെ സുഗന്ധമുണ്ടെന്ന്, ഇവനിൽ ക്രിസ്തുവിന്റെ വാസനയുണ്ടെന്ന്? മരണത്തിന്റെ വക്കോടെ കടക്കുന്നവന്റെ അടുക്കലേക്ക് നീ ചെല്ലുമ്പോൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എത്തിക്കുന്ന ഒരു സൗരഭ്യ വാസന നീ അകത്തുനിന്ന് വരുന്നുണ്ടോ? ഇന്ന് പകൽ ഒരുപക്ഷെ നിന്റെ ശരീരങ്ങൾ ഈ ഭൂമിയിൽ കിടന്ന് അധ്വാനിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മഴ ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ അവനോട് എത്രത്തോളം പറ്റിയിരിക്കുമോ അത്രത്തോളം നിന്റെ അകത്തൊരു സുഗന്ധം വെളിപ്പെടുവാനിടയാകും. That man smelled Christ. ആ മനുഷ്യന് ക്രിസ്തുവിന്റെ വാസനയായിരുന്നു. പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, കുറെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നാം ഒക്കെ ഈ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് ഒരുപക്ഷെ കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. പിൻകാലങ്ങളിൽ നമ്മെ ഓർത്തിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് ഓർത്തെടുത്ത് പറയുവാൻ കഴിയുമോ? മൈ അപ്പ, he smelled like Christ. എന്റെ അമ്മ യേശുവിന്റെ വാസനയായിരുന്നു. It smelled like Christ. Hallelujah. ക്രിസ്തുവിനെ നിന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ദൈവമൈതലെ ആത്മീകത. Praise the Lord. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ അകത്തിട്ടിരിക്കുന്ന വിത്ത് ക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള വിത്താണ്, ക്രിസ്തുവിനെ പോലെ മണക്കാനുള്ള സുഗന്ധമാണ്. ഇന്ന് പകൽ നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന അതിനെ നീ മറച്ചു വെച്ചിട്ട് ഈ ലോകത്തിന്റെ രീതികളിൽ നടന്ന് നിനക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. അതിന്റെ പേര് അഭിനയമെന്ന്, ആരാധനയെന്നല്ല. അതിന്റെ പേര് അനുകരണമെന്ന്, ആരാധനയെന്നല്ല. അതിന്റെ പേര് അനുഷ്ഠാനമെന്ന്, ആരാധനയെന്നല്ല. Praise the Lord. Worship is a sweet smelling sacrifice. ദൈവത്തിന് ഇഷ്ടമുള്ള ഏക വാസന പുത്രന്റെ വാസനയാ, പുത്രന്റെ വാസനയാ. ഇന്ന് പകലിൽ കോടാനുകോടി വിശുദ്ധന്മാർ ഈ ഭൂമിയുടെ അനേക പ്രതലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാ. ഇന്ന് പകൽ സ്വർഗവിദായസുകൾ തുറന്ന് ആ സുഗന്ധം ദൈവം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. ജീവിതങ്ങളെ ക്രമീകരിച്ച് വിശുദ്ധി
സന്നിധിയിൽ തങ്ങളെ തന്നെ ഒതുക്കി ഹല്ലേലൂയ പ്രമാണത്തിൽ ജീവിക്കുന്ന ഭക്തന്റെ നാവിൽ നിന്ന് ഉയരുന്ന സ്തോത്രയാഗങ്ങൾ ഒരു സുഗന്ധ വാസന എന്ന പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പകരാ ദൈവവേദന ഈ പകര ഇന്ന് പകൽ ലോകത്തിന്റെ ഗമനിച്ചില്ലെങ്കിലും ലോകത്തിന്റെ മാനിച്ചില്ലെങ്കിലും നിന്റെ സാന്നിധ്യം അവർക്ക് അസഹനീയമാണെങ്കിലും നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രമാണത്തോട് കൂടെ നിന്നാൽ വിശുദ്ധിയോട് കൂടെ നിന്നാൽ സ്വർഗത്തിന്റെ മുൻപിൽ അടഞ്ഞിരിക്കത്തില്ല. ലോകത്തിന്റെ പല വാതിലുകളും നിന്റെ മുൻപിൽ അടഞ്ഞിരുന്നേക്ക്, പക്ഷെ സ്വർഗം നിന്നെ അടഞ്ഞിരിക്കത്തില്ല. അവരെ പോലെ നിന്റെ മണമായില്ലെങ്കിൽ അവരൊരു പക്ഷെ നിന്നെ കൂടെ ചേർക്കത്തില്ലായിരിക്കും. അവരെ പോലെ നീ ആയില്ലെങ്കിൽ ഒരു പക്ഷെ നിന്റെ കൂടെ അവരെ ചേർക്കത്തില്ലായിരിക്കും. പക്ഷെ ഇന്ന് പല ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ലോകത്തിന്റെ ഏത് വാതിലുകളും നിന്റെ മുൻപിൽ അടച്ചാലും അടയ്ക്കപ്പെടാത്ത ഒരു കവാടം നിനക്ക് വേണ്ടി എന്നേക്കും സ്വർഗത്തിൽ തുറന്നിരിപ്പുണ്ട്. ഇന്ന് പകൽ ദൂത് ഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന പകലാകട്ടെ. എന്നിൽ പകർന്നിരിക്കുന്ന ക്രിസ്തു സാധ്യത എന്നിൽ പകർന്നിരിക്കുന്ന സാധ്യത യേശുവിനെ പോലെയാക്കുവാനുള്ള സാധ്യതയാണ്. എന്നിൽ പകർന്നിരിക്കുന്ന സാധ്യത യേശുവിനെ പോലെ. That is my possibility. 5 കൊടുത്തവൻ, 2 കൊടുത്തവൻ, 1 താലന്ത് കൊടുത്തവനെ യജമാനൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിയെ? 5 കൊണ്ട് 5 കൂടെ വ്യാപാരം ചെയ്തു. സാധ്യതയായിരുന്നു, സാധ്യതയാ നമുക്ക് ദൈവം തന്നത്. ഈ മാർഗത്തിലേക്ക് വന്നിട്ട് എല്ലാ സാധ്യതകളും അസ്തമിച്ചെന്നാണ് നീ പറയുന്നത്. ഇന്ന് വരെ ഞാൻ പറയട്ടെ, ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ ഒരു സാധ്യതയാണ് ദൈവം തുറന്നത്. എന്തിന്? മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കാൻ. ആ സാധ്യത കൊണ്ട് നീ ലോകത്തിലെ കച്ചവടം നടത്തി, ഈ ലോകത്തിലെ ചില നന്മകൾ മാത്രം ആഗ്രഹിച്ചും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അത് മാത്രം പ്രാപിച്ച് ഇവിടെ നീ കഴിഞ്ഞു പോകാതെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങി തുടങ്ങട്ടെ. നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങി തുടങ്ങട്ടെ. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ഒരു ഉപമ കൂടി അവരോട് ഇങ്ങനെ പറഞ്ഞു. സ്വർഗരാജ്യം 24-ാമത്തെ വാക്യത്തിൽ അവർ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമായിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ദൈവരാജ്യത്തെ കുറിച്ചും ദൈവരാജ്യം ഈ ഭൂമിയിൽ വെളിപ്പെട്ട് കാണുന്ന ദൈവസഭയെ കുറിച്ചും അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള ദൈവസഭയ്ക്കകത്തുള്ള വിഷയങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തുദ്ധരിച്ച് പറയുകയാണ്. ദൈവരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതുപോലെയാണ്. മനുഷ്യൻ ഉറങ്ങുവാൻ പോയപ്പോൾ ദുഷ്ടൻ വന്ന് കളയും അതിൽ വിതച്ചിട്ട് പോയി. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, ദൈവസഭ ഒരു പെർഫെക്ഷൻ യൂണിറ്റ് അല്ല. പെർഫെക്ഷൻ യൂണിറ്റ് അല്ല. കഴിഞ്ഞ രാത്രിയുടെ ബൈബിൾ ക്ലാസ്സിൽ ഓർപ്പിച്ച ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരിപൂർണരായ വ്യക്തികളുടെ സംഗമമല്ല. നമ്മളൊക്കെ നല്ല സഭ അന്വേഷിക്കുന്നവരാ. നല്ല സഭ അന്വേഷിക്കുന്നവരാ. നല്ല സഭ അന്വേഷിച്ച് വന്ന സ്ഥലമാണ് ഇത്. ഹല്ലേലൂയ. കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ല. പെർഫെക്റ്റ് ചർച്ച്. അകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കാണാൻ തുടങ്ങിയത്. We came to a perfect church, seeing many imperfect people. Hallelujah. എന്നാ ഓർത്ത് ഇത് വിടാമെന്ന് ഓർത്തു. ഇത് വിട്ട് അടുത്ത സ്ഥലത്ത് ചെന്നു. അവിടെ ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. എവിടെ ചെന്നാലും പൂർണ്ണതയില്ലാത്ത ആളുകളാണ് എവിടെ ഉള്ളത്? ദൈവസഭയ്ക്കകത്തുള്ളത്. സ്തോത്രം.
ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകുന്നതും പോകാത്തതിന്റെയും കാരണം എന്തായിരിക്കും? അവിടെ ഒത്തിരി രോഗികളുണ്ട്, അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്ന് പറയുമോ ഏതെങ്കിലും ആശുപത്രിയിൽ? പറയോ? ഇല്ല. ഒരു ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നത് അവിടെ ചെന്നാൽ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വൈദ്യനുണ്ടോ എന്ന് അറിയേണ്ടത്. തടിച്ചുകൂടിയ ഒരുപറ്റം രോഗികൾ ഒരുപക്ഷെ OPD നിറച്ചുണ്ടായിരിക്കും. എനിക്ക് വിഷയമല്ല, ഞാൻ കൂപ്പൺ എടുത്ത് നിൽക്കാൻ റെഡിയാ. കാരണം എന്തുവാ? എന്റെ സമയമാകുമ്പോൾ അകത്ത് വിളിച്ച് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു വൈദ്യൻ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓ, രക്തത്താൽ ജയമെടുക്കുന്നു. ദൈവസഭയ്ക്കകത്ത് അപൂർണതകൾ ഒത്തിരി കാണുന്നവരല്ലേ? പക്ഷെ ഈ അപൂർണതകളുടെ നടുവിൽ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഒരു നല്ല വൈദ്യൻ ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അതാണ് ദൈവസഭയാക്കി തീർക്കുന്നത്. പൂർണ്ണന്മാരെ കൂട്ടിവരുത്തുവാനുള്ള കേന്ദ്രമല്ല ദൈവസഭ. അപൂർണരായ വ്യക്തികൾ വന്ന് സുഖപ്പെടേണ്ട സ്ഥലമാണ് ദൈവസഭ. Praise the Lord. Praise the Lord. ഐക്യതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പര്യായമുണ്ട്. എന്താണെന്ന് അറിയാമോ? സമാനത, യൂണിഫോർമിറ്റി. യൂണിഫോർമിറ്റി. ദൈവം പറയുന്നു സമാനതയല്ല വേണ്ടിയത്, ഐക്യതയാണ് വേണ്ടിയത്. അതെന്താ സമാനത എന്ന് പറയുന്നത്? യൂണിഫോർമിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? യൂണിഫോം എന്ന് മാത്രം ഓർത്താൽ മതി. പല വീടുകളിലായിരുന്ന പിള്ളേര് രാവിലെ ആകുമ്പോഴത്തേക്കിന് ഒരേ തരത്തിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ഒരേ സ്ഥലത്ത് വരിക. അത് യൂണിറ്റി അല്ല, യൂണിഫോർമിറ്റിയാ, സമാനതയാ. പക്ഷെ ദൈവസഭയ്ക്കകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് സമാനതയല്ല, ഐക്യതയാ. അതെന്താ? പല വസ്ത്രങ്ങളാണ് ഇട്ടതെങ്കിലും പല ഇടത്തുനിന്ന് വന്നവരാണെങ്കിലും ഒരേ മനസ്സാണ്. പല ഇടങ്ങളിലെയും ആളുകളുടെ ആഗ്രഹം വരുന്നവരല്ല എന്നെ പോലെ ആകണമെന്നാണ്, അല്ലെ? എന്റെ ആഗ്രഹം നിങ്ങളെല്ലാരും എന്നെ പോലെ. പിന്നെ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, എല്ലാവരും എന്നെ പോലെ ആയാൽ, എല്ലാരും എന്നെ പോലെ, എന്റെ മുഖവും എന്നെ പോലെ തന്നെ ആയാൽ പിന്നെ ഈ ലോകത്തിൽ പിന്നെ ജീവിച്ചിരുന്നുണ്ട്? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന എല്ലാരും നിങ്ങളുടെ മുഖവും നിങ്ങളെ പോലെ തന്നെ ഇരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുമായിരുന്നു. ഇതിനെ കണ്ണാടി കണ്ട് ഭയങ്കര രസമാണെന്ന് തോന്നിയാലേ എന്നും തന്നെ പിന്നെ ഇതിനെ തന്നെ കാണണമെന്ന് ഓർത്താലേ ചില ബുദ്ധിമുട്ടാണ്. ഇതൊറ്റ ഓർമ്മ ഉള്ളത് കൊണ്ടാ ഇന്നും സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പൊ സമാനതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഐക്യതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെന്തുവാ? മറ്റുള്ളവരെ അവന്റെ കുറവുകളോട് കൂടെ അംഗീകരിക്കുവാൻ കഴിയുന്ന മനസ്സിൽ വരുന്നത് ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ശ്രമം. സ്തോത്രം. അതിനുവേണ്ടിയാ പൗലോസ് പറയുന്നത്, സ്നേഹത്തിന്റെ പ്രയത്നം നിങ്ങൾ ചെയ്യുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതെന്തുവാ ഈ സ്നേഹത്തിന്റെ പ്രയത്നം? സ്നേഹിക്കാൻ പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെന്നേ. കാരണം നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരുടെ സ്നേഹമാണ് നമ്മൾ പലപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാണുന്ന ഉടനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അല്ലെ? ലവ് ആറ്റ്. അത് കഴിഞ്ഞ തലവേദന വരുന്നത്. കാരണം എന്തുവാ? ഇഷ്ടപ്പെട്ടതേ ഉള്ളൂ, സ്നേഹം തുടങ്ങിയിട്ടില്ല. കാരണം ഇഷ്ടപ്പെടാൻ ഒരു കുഴപ്പമില്ല, സ്നേഹിക്കാനാ പ്രശ്നം. അപ്പൊ ദൈവസഭയ്ക്കകത്ത് വന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മ പറയുക, സ്നേഹിക്കാൻ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. കാരണം എന്തുവാ? ഈ പുള്ളിയെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്നാ അതിന്റെ അർത്ഥം. സ്നേഹിക്കാൻ പറ്റത്തില്ല. സ്നേഹിക്കാൻ പറ്റുമോ? ഇന്ന് പകൽ മറ്റാരെങ്കിലും നോക്കട്ടെ കേട്ടോ, ഇടത്തോട്ടോ വലത്തോട്ടോ. നിന്നെ സ്നേഹിക്കാൻ പറ്റൂടാ, നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ? തന്നെത്തന്നെ നോക്കി, നിന്നെ സ്നേഹിക്കാൻ പറ്റൂടാ എന്ന് തന്നെത്താനെ ചോദിച്ചാൽ മതി. സ്വതന്ത്രം തന്നെത്താൻ ചോദിച്ചാൽ മതി. എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, എന്നെ ഞാൻ അറിയുന്നത് പോലെ എല്ലാരും അറിഞ്ഞാൽ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അവിടെയാണ് സ്നേഹത്തിന്റെ പ്രയത്നം വരുന്നത്. അപ്പൊ ദൈവസഭയ്ക്കകത്ത്
രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വളർച്ചയുടെ നടുവിൽ രണ്ട് തരത്തിലുള്ള മനോഭാവവും രണ്ട് തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തികളും ഉണ്ടാകുമെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. എന്ന് ശ്രദ്ധിക്കണേ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിച്ചേ പറ്റത്തുള്ളൂ. വിശുദ്ധീകരിച്ചേ പറ്റത്തുള്ളൂ. എല്ലാവരുടെയും പുറകിൽ നടന്ന് നന്നാക്കാൻ ഇനി പറ്റത്തില്ല. പക്ഷെ ശ്രദ്ധിക്കണേ, ദൈവസഭയെ ദൈവം പരിപാലിക്കുമെന്നതിന്റെ നടുവിൽ ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു. കർത്താവ് അതിനെ ട്രേസ് ചെയ്തിട്ട് പറയാ, ആ വളർന്നു വരുന്നില്ലേ, അവനെ ഞാനാ വളർത്തിയത്. ഇന്ന് പകലിൽ ഏതെങ്കിലും നല്ല ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവനും പുറകിൽ പ്രവർത്തിച്ച മുഴുവന്റെ കരമാണെന്ന് ഇന്ന് പകൽ ഗ്രഹിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ വളരത്തില്ലെന്ന് പറഞ്ഞ മണ്ണിൽ നിന്നെ കൊണ്ടിട്ടിട്ട് നിന്നെ നട്ട് നനച്ച് നിന്നെ വളർത്തിയെടുത്ത യഹോവയുടെ കരത്തെ ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്നതല്ല ദൈവമല്ലേ, ദൈവം നിന്നെ കൊണ്ട് നട്ടത്. സമയങ്ങളിൽ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നിന്റെ വിത്ത് മണ്ണിൽ കിടന്ന് കെട്ടുപോകാതെ അവൻ മഞ്ഞും മഴയും പെയ്പ്പിച്ച് നിന്റെ വിത്തിനെ അവൻ കുതിർത്ത് അതിനകത്ത് ഒരു ഫലം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ദൈവം പറയും, ഞാനാ നട്ടത്. ഇന്ന് പകല ദൂതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പല ഇടങ്ങളിലുമായിരുന്നു നിന്നെ ദൈവത്തിന്റെ നിരത്ത് കൊണ്ടുവന്നിട്ട് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഒരു സാധ്യത ഒരുക്കി. നല്ലവനായ കർത്താവ് ക്രിസ്തു സാധ്യതയെ എന്നിൽ അവനെ വളരുവാൻ അനുവദിച്ചു. പക്ഷേ വളരുവാൻ വേണ്ടി ഞാൻ തുടങ്ങുന്ന സമയത്ത് ദുഷ്ടനും അവിടെ കയറി വന്നു. ശ്രദ്ധിക്കണേ, എവിടെ പ്രയോജനമുണ്ടോ അവിടെ ദുഷ്ടനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, പാസ്റ്റർ ഞങ്ങൾക്ക് കൃപയാൽ ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. സ്വതന്ത്രം പേടിക്കണം. കാരണം എന്താ അറിയോ, പ്രയോജനം ഇല്ലാത്തതിന് കർത്താവിനും വേണ്ട, പിന്നെ ആർക്കും വേണ്ട. പിശാചിന് വേണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം കേട്ടോ. പാസ്റ്റർ എന്തുവാന്ന് അറിയത്തില്ല, പിശാച് നമ്മളോട് അടുക്കത്തേയില്ല, ഞങ്ങളുടെ അടുത്തുപോലും വരുന്നില്ല. നിന്നിലൊന്നും ഇല്ലാത്തോണ്ടാ. സ്തോത്രം. എന്നാൽ നിരന്തരമായി നിന്നെ അവൻ ആക്രമിക്കുവാൻ വേണ്ടി നിന്നെ ലക്ഷ്യമാക്കുന്നുണ്ടോ? നിന്നിനകത്ത് പ്രയോജനപ്പെടുന്ന ചിലതിനെ ദൈവം പാകിയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അവൻ താർക്കാൻ നോക്കുന്നത് നിന്നിൽ വെളിപ്പെടുവാനുള്ള ദൈവശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നിന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ നിന്നെ തകർക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടുകയോ. ഇന്ന് പറയാം, ദൈവ സാധ്യതകൾ അകത്തുള്ള ദൈവമക്കളെ ഓർക്കുക. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിന്നെ നശിപ്പിക്കുമെന്നും നിന്നെ തകർക്കുമെന്നുമൊക്കെ ദുഷ്ടൻ ഘോരഘോരം വാദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നട്ടവൻ അറിയാം വളർത്തുവാൻ, നട്ടവൻ അറിയാം സംരക്ഷിക്കുവാൻ, നട്ടവൻ അറിയാം ഫലം കായ്ക്കുന്നവരെ എത്തിക്കുവാൻ. ചില വയലുകളെ നശിപ്പിക്കുന്ന, ചില തോട്ടങ്ങളെ നശിപ്പിക്കുന്ന ചില കുറുക്കന്മാരെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുന്തിരി തോട്ടങ്ങളെ നശിപ്പിക്കുന്ന, ദൈവസഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന
പക്ഷെ ദുഷ്ടന്റെ ആശ സഫലമാകത്തില്ല. ദുഷ്ടന്റെ ആശ സഫലമാകത്തില്ല. പകലിനകത്തിരിക്കുന്ന ജനത്തോട് ദൈവം വ്യക്തിപരമായി ദൂത് പറയുന്നു, ദുഷ്ടന്റെ ആശ സഫലമാകത്തില്ല. ദുഷ്ടൻ നീതിമാന്റെ അവകാശത്തിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന്, ദുഷ്ടൻ നീതിമാന്റെ അവകാശത്തിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് യഹോവ ദൃഷ്ടി വെച്ചിരിക്കുകയാ. ദൈവമേ, യഹോവ ദൃഷ്ടി വെച്ചിരിക്കുകയാ. യഹോവ ദൃഷ്ടി വെച്ചിരിക്കുകയാ. പിന്നെ ഇപ്പൊ പറിച്ചു കളയുന്നതൊക്കെ ദുഷ്ടൻ പാലിക്കുന്നുണ്ട്. ദൈവത്തിന് ആത്മാവത് ഇല്ല, ഇല്ല. ദൈവമേ, ഇതിനെ കാവൽ ദൈവം നിർത്തിയിട്ടുണ്ട്, ഇതിന് സംരക്ഷണം ദൈവം നിർത്തിയിട്ടുണ്ട്. മാത്രം അപ്പൊ ഇതിനെ പറിച്ചു തകർക്കുവാൻ ശത്രുവിന് കഴിയാതെ വന്നപ്പോൾ ശത്രു ചെയ്ത ഒരു പണി, ഈ വയലിനെ നശിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പിശാചിന് മനസ്സിലായപ്പോൾ, പുറമെയുള്ള ആക്രമണങ്ങൾ കൊണ്ട് ദൈവസഭയെ തകർക്കാൻ കഴിയത്തില്ല എന്ന് പിശാചിന് മനസ്സിലായപ്പോൾ, പിശാചിന്റെ അടുത്ത അടവ് അവൻ ഇതിന്റെ നടുവിൽ കൊണ്ടുവന്ന് കളകളെ വിതച്ചു. ദൈവസഭ ഒരിക്കലും പുറമേയുള്ള പീഡനങ്ങളിൽ നിന്ന് തകർന്നു പോയിട്ടില്ല. ദൈവസഭകൾ പലയിടങ്ങളിലും തകർന്നത് അകത്തു വന്ന കളകളാണ്. Praise the Lord. Praise the Lord. Hallelujah. വചനം ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നടാൻ അതിന് സ്ഥലമില്ല. മൂലഭാഷയിൽ അതിനെ കൊണ്ടുവന്ന് കളയെ അവിടെ കൊണ്ടുവന്ന് നട്ടു എന്ന് പറയുമ്പോൾ ഇതിനെ നടാൻ ഇടയ്ക്ക് സ്ഥലമില്ല. പിന്നെ എവിടെ നട്ടെന്ന അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? നല്ലതിന്റെ മീതെ അതിനെ നട്ടു. ഞാനിങ്ങനെ ആ വചനം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ നല്ലതിന്റെ അടുക്കലല്ല, നല്ലതിന്റെ മേളിൽ കൊണ്ടുവന്ന് ഇതിനെ നട്ടു. That means now the good is beneath and the evil is above. ഇപ്പൊ നോക്കുമ്പോൾ നല്ലത് കീഴിലും തെറ്റായി വന്നത് മുകളിലും ഇരിക്കുക. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന വിതുമ്പുന്ന ചില ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അവൻ നട്ടത് നിന്റെ അടുക്കല, നിന്റെ മേൽ അതിനെ കൊണ്ടുവച്ചു. ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. നിനക്ക് എത്ര വഹിക്കാൻ കഴിയുമെന്ന് പരിമിതി നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമാണ്. അത് നിന്റെ മീതെ വന്ന് ശത്രു നട്ടാലും ഇന്ന് പല ധൈര്യത്തോടെ ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ, നല്ലതായ നീ അല്പം നിമിഷം ഇതിന്റെ അടിയിൽ ഇരിക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം, who were you planted by? ആരാ നിങ്ങളെ നട്ടത്? ഇതറിഞ്ഞാൽ അറിയാം നിങ്ങൾ ആരാണ്. കാരണം നല്ലതിനെ ഇട്ടത് കർത്താവാണെന്ന് കർത്താവ് അംഗീകരിച്ചു. പക്ഷെ മോശമായതിനെ പുറമേന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. മനസ്സിലാകത്തില്ല എന്ന് മാത്രമല്ല, ഇവനെ നട്ടിട്ട് പോയവന് ഒരു രാത്രിയിൽ അവൻ നട്ടിട്ട് അവൻ ആര് കൊട്ടും? Satan, he always masks himself. അവനെ തന്നെ ഒളിപ്പിച്ച പിശാചെപ്പോഴും വരത്തുള്ളൂ. കാരണം എന്താ? പകൽ വന്നാൽ ഇവനെ പിടിക്കും. എല്ലാവരുടെയും മുൻപിൽ വന്നാൽ ഇവനെ എന്ത് ചെയ്യും? പിടിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ഇത് രാത്രിയിൽ വന്ന് ചെയ്തോണ്ട് നല്ലതേതാ മോശം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ പകലിൽ ഞാൻ മറ്റൊരു ദൈവജന ഭാഗം ചിന്തിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ എന്നെ ദിശ മാറ്റിവിട്ട ഒരു ഭാഗത്തേക്കാണ് ഞാൻ ഈ വചനം കൊണ്ട് പോകുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് പറയുന്നു, who has planted you? നിന്റെ നട്ടവനാരാ? അതിനെ ഇന്ന് പകൽ തിരിച്ചറിയണം.
നീ ഇതിനകത്തേക്ക് വന്നതെന്തിനാ? Are you a seed of God or are you a seed of the devil? നീ ദൈവത്തിന്റെ വിത്താണോ അതോ പിശാചിന്റെ വിത്താണോ? ഇവിടെ അറിഞ്ഞാൽ മതി. കാരണം എന്തുവാ? നട്ടവനെയും കണ്ടില്ല, നട്ട സമയം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഒട്ടും അറിഞ്ഞുമില്ല. പിന്നെ എപ്പോഴാ അറിയുന്നത്? വളരാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. യൂദായുടെ ലേഖനത്തിൽ വളരെ കൃത്യമായി ഭാഗം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദായുടെ ലേഖനം അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ ഒന്നും വായിച്ച് നമ്മൾ just reading the verses and going. ആ വാക്യങ്ങൾ മാത്രം വായിച്ചു മുമ്പോട്ട് ശ്രദ്ധിക്കണേ, ഇവർ വരുന്നത് they will not come in the open. Their work is always in stealth. ഒളിഞ്ഞായിരിക്കും ഇവരുടെ വേല മുഴുവൻ ചെയ്യുന്നത്. അവരെന്ത് ചെയ്തിരിക്കുക? നമ്മുടെ ദൈവത്തിന്റെ കൃപയെ, സ്തോത്രം, നമ്മുടെ ദൈവത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി പറയുന്ന ആ ധാരാളമായി ലഭിച്ച കൃപയെ ഇവർ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതുപോലെ ദൈവം അനുവദിച്ചത് കൊണ്ട്. ശ്രദ്ധിക്കണേ, ഇത് കണ്ട ഉടനെ ദാസന്മാർ വന്നിട്ട് യജമാനോട് പറഞ്ഞു, യജമാനനെ നീ വിതച്ചത് നല്ലതല്ലേ, നീ ഇട്ടത് നല്ലതല്ലേ? ആണ്. പിന്നെ ഈ കട എവിടുന്നാ? ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എവിടുന്ന് വരുന്നു. കർത്താവ് പറയുന്നു, ഒരു ദുഷ്ടൻ വന്ന് ചെയ്തതാ. ഉടനെ അവന്റെ മറുപടി, കർത്താവേ, യജമാനെ ഇതിനൊരു പരിഹാരം വേണ്ടേ? ചെന്ന് പറിച്ചു കളയട്ടെ? നോ. യജമാനൻ പറഞ്ഞു, നീ ഇതിനെ ഇപ്പോൾ പറിച്ചാൽ നല്ലത് എന്ത് ചെയ്യും? കാരണം എന്തുവാ? ഇതിനെ അതിന്റെ മേളിലാകൊണ്ട് നട്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മോശമായതിനെ ഇണക്കിയാ പോരെ. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആ വചനം വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോഴാണ് പറഞ്ഞത്, ഇത് സൈഡിലല്ല മേളിലാണ് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഇതിനെ പറിച്ചാൽ അതുകൂടെ പറഞ്ഞു വരും, നല്ലതുകൂടെ പുറത്തു വരും. ഇന്ന് പകൽ ഞാനൊരു ദൂതയത്തോട് വിളിച്ചു പറയട്ടെ, നല്ലതിനെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ ചില തിന്മകളെ ദൈവം ചില സമയത്തേക്ക് അനുവദിച്ചേക്കാം. അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം കുഞ്ഞെ കളയല്ല, നീ ആവശ്യം. പലതിനെയും നിനക്ക് ഹാനികരമെന്ന് നിനക്ക് തോന്നിയാലും ഇളക്കാതെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് നിന്നെ വളർത്തിയെടുക്കാനുണ്ട്, നിന്നെ പാകമാക്കാനുണ്ട്, നിന്നെ ഒരുക്കി പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയുണ്ട്. അതുവരെ ദൈവം ചിലതിനൊക്കെ അനുവദിച്ച് നിർത്തിയിരിക്കുകയാ. അത് ദൈവത്തിന്റെ അല്പസമയത്തേക്കുള്ള ദീർഘക്ഷമയാ. സ്തോത്രം. കളയ്ക്കൊരു ചിന്തയുണ്ട്, ഞാനും ഇവിടെ വന്നു, ഞാനും ഇവിടെ വളർന്നു. ഇല്ലേ, നമ്മൾ ഈ ചില ആളുകൾ ചില സ്ഥലത്ത് നിന്ന് താമസിച്ച് ഈ ഉടമസ്ഥന്മാരുടെ ഒരു ബുദ്ധിമുട്ട്, ഈ ആളുകൾ അവിടെ താമസിച്ച് തുടർന്നാൽ പിന്നെ റേഷൻ കാർഡ് ഉണ്ടാക്കും, പിന്നെ ആധാർ കാർഡ് ഉണ്ടാക്കും. പിന്നെ ഈ പണ്ടത്തെ ഉടമസ്ഥന്മാരുടെ ഒരു ഭയങ്കര പേടിയായിരുന്നു, ഈ അഡ്രസ്സിൽ തന്നെ എന്ത് ചെയ്യും? റേഷൻ കാർഡ് ഉണ്ടാക്കി കളയുക. പിന്നെ ഉടമസ്ഥനല്ല, വാടകയ്ക്ക് വന്നവൻ അവിടുത്തെ ആരാകും? ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവരും വളരുന്നുണ്ട്. അപ്പൊ ഇവര് വളർന്നപ്പോ ഇവർക്ക് തോന്നി പ്രോബ്ലം ഒന്നും ഇല്ല, ആരും ഒട്ട് അറിഞ്ഞില്ല. പക്ഷെ ശ്രദ്ധിക്കണേ, ഫലം കണ്ടാൽ അറിയാം കേട്ടോ. ഗോതമ്പിന്റെ ഫലം കണ്ടാൽ, ഈ കളയുടെ ഫലം കണ്ടാലും അറിയാം. അവിടെ നട്ടിരിക്കുന്ന, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, സമാന്തരമായ വൃക്ഷത്തെ കൊണ്ടുവന്ന് അവിടെ നട്ടത്. പക്ഷെ ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നു, ഇതിന്റെ വിത്ത് പുറത്തു വരുമ്പോൾ നന്നായി എല്ലാവരും കാണാൻ പറ്റും. നല്ല വിത്തിനെക്കാട്ടിലും ശക്തമായി ഇത് വളരാൻ തുടങ്ങി. അപ്പോൾ ഇതിനൊരു തോന്നൽ, ഓക്കെ, ഞാനും ഇവിടെ എന്ത് ചെയ്തു, എന്റെയും ആധാർ കാർഡ് ഇവിടെ
ആയി, റേഷൻ കാർഡ് ഇവിടെ ആയി, പക്ഷെ നിലം ആരുടെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദുഷ്ടനെയും വളരാൻ അനുവദിക്കുന്ന നിലം ദൈവത്തിന്റെ നിലമാണ്. ഞാൻ പലപ്പോഴും അത് ചിന്തിച്ച് ഞാൻ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവേ, ദുഷ്ടനെയും വളരാൻ അനുവദിക്കുന്ന നിലം അങ്ങയുടെ നിലമാണ്. ദൈവത്തിന്റെ കൃപയെ ചിലർ എന്ത് ചെയ്തു? ദുഷ്കാമവൃത്തിക്ക് വായിച്ചേ. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എന്തുവാ? ഇത്രയും പറഞ്ഞതിന് ശേഷം ദൈവം പറഞ്ഞില്ല, തോട്ടം നല്ല വെച്ചത്, ശിക്ഷാവധി ഉണ്ട്, പക്ഷെ ഇപ്പോഴല്ല. വായിച്ചോ. ദൈവം മിസ്രൈമിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ അന്ന് നശിപ്പിച്ചതല്ല, subsequently those destroyed those who did not believe. Immediately ചെയ്തിട്ടില്ല, subsequently. പിന്നത്തേതിൽ. ഹല്ലേലൂയ. ദൈവസഭയിൽ ദൈവം ഇഷ്ടപ്പെടാത്ത, കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ഒന്ന് ആവർത്തിച്ചോളട്ടെ. നിങ്ങളാരും ബൈബിൾ ക്ലാസ്സിൽ വരാത്തത് കൊണ്ട് ദൈവസഭയിൽ തന്നെ ഒരിക്കൽ കൂടെ പറയുന്നതിന് ഒരു പ്രശ്നമില്ല. കേട്ടവരായിരിക്കും ഒരുപക്ഷെ അതൊന്ന് അവരുടെ മനസ്സിൽ അവർ അതിനെ ഗ്രഹിച്ചോട് ഒന്നും കൂടെ അവർ ബലപ്പെട്ടുണ്ട്. കേൾക്കാത്തവരോട് പറയണം. ദൈവം ഇഷ്ടപ്പെടാത്ത ഒറ്റ കാര്യമുള്ളൂ, കപടഭക്തി. വേറെ എന്തിനെ ദൈവം സഹിക്കും? പാപിനിയായ ഒരു സ്ത്രീ, ഇടറിപ്പോയ ഒരു സ്ത്രീ അവന്റെ അടുക്ക വന്നിട്ട് യേശു പറഞ്ഞൊരു വാക്ക്, ഇനിമേലാ നീ എന്ത് ചെയ്യില്ല. പക്ഷേ കപടഭക്തിക്കാരെ കാണുന്ന ഉടനെ കർത്താവ് പറയുന്ന വാക്കാ, വെള്ള അടിച്ച. കാരണം എന്തുവാ? ഇവർ എന്തോ ആണെന്ന് ഇവരല്ലാത്തപ്പോഴും അഭിനയിക്കാൻ ശ്രമിക്കും. അതാ കപടഭക്തി. മനസ്സിലായോ? ദൈവസഭയിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്ന കപടഭക്തരായിരുന്നു അനന്യാസും സഫീരയും. അനന്യാസും സഫീരയും. ദൈവം അതിനെ മൈൻഡ് ചെയ്യാതെ വിട്ടില്ല. അന്ന് തന്നെ ഒരു ശിക്ഷ കൊടുത്തു. അങ്ങനെ ശിക്ഷ കൊടുത്തു. ഇവര് വന്നിട്ട് പത്രോസിനോട് സംസാരിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ ഒരു ഒറ്റ വാക്യമുള്ളൂ, നീ ആർക്കെതിരെയാ കള്ളം പറയുന്നത്? ആർക്കെതിരെയാ പറയുന്നത്? എല്ലാവരും ഇവരെ കുറിച്ച് ജനറസ് ആണെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ഞങ്ങളോടല്ല, പരിശുദ്ധാത്മാവിനോടാ. ശ്രദ്ധിക്കണേ, നിലം ആരുടേതാണെന്ന് ഓർക്കണം. ദൈവത്തിന്റെ നിലമാണ്. The land belongs to God. The land is holy unto God. ഇത് ദൈവത്തിന് വിശുദ്ധമാണ്. സ്തോത്രം. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ സഭയെ പരിഹസിച്ചാലും, നമ്മൾ സഭയെ വഞ്ചിച്ചാലും, നമ്മൾ സഭയ്ക്കെതിരെ പറഞ്ഞാലും പറയുന്നത് സഭയ്ക്കെതിരെ അല്ല, വ്യക്തികൾക്കെതിരെ അല്ല, ദൈവത്തിനെതിരെയാണ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. എപ്പോഴും ഏതൊറക്കത്തിൽ നിന്നിച്ചാലും ഓർത്തോളൂ, അത് സംസാരിക്കുന്നത് വ്യക്തികൾക്കെതിരെയല്ല, ദൈവത്തിനെതിരെയാണ്. ദൈവത്തിനെതിരെയാണ്. പക്ഷെ ദൈവമേ, പകുതി പൈസയെങ്കിലും കൊണ്ടു തന്നവരോട് ഒരു ഇളവിന് എനിക്ക് കാണിച്ചൂടെ? ഭാവികളെ വരെ നീ അംഗീകരിച്ചിട്ടല്ലേ? കർത്താവ് പറഞ്ഞല്ലോ. കാരണം ഇതൊരു പുതിയ സഭയായിരുന്നു. പുതുതായി തുടങ്ങി വന്നപ്പോൾ ഏറ്റവും ആദ്യം അഭിനയിച്ച് വന്നവരെ ദൈവം തകർത്തു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒറ്റ കൂട്ടർ ആക്ടേഴ്സ്, അഭിനയിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. നീ എന്തോ പാവപ്പെട്ടവരാണ്, നിനക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും എളിയവനെ ദൈവം ആദരിക്കും. പക്ഷെ അഭിനയിക്കുന്നവരെ ദൈവം വെക്കത്തില്ല. ശ്രദ്ധിക്കണേ, അനന്യാസിനെയും സഫീറയെയും ദൈവം അന്ന് തകർത്തു. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, കർത്താവെ, അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു ചരിത്രം എഴുതിയിട്ടില്ലല്ലോ പുസ്തകത്തിനകത്ത്. അതിന്റെ അർത്ഥം എന്തുവാ? കപടഭക്തിക്കാർ ദൈവസഭയിൽ ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടായിരിക്കാം, ഉണ്ടായിരിക്കത്തില്ല. ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ നിങ്ങളെ നേരെ കാണുന്നു, എനിക്ക് നിങ്ങളെ അതുപോലെ അറിയത്തുള്ളൂ.
ഞാൻ ഒത്തിരി ഡീറ്റെയിലായി ഡീപ്പായി ആരോടും ഞാൻ ഇടപെടാത്തതിന്റെ കാര്യം എനിക്ക് ആ സ്നേഹം നിലനിർത്തണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് വെമ്പൽ കാണും, ഒരാളെ കുറിച്ച് പറയണം, ഇന്നയാളെ കുറിച്ച്. നോ, ഞാനത് കേൾക്കത്തില്ല. വൈ? എനിക്ക് ആ സ്നേഹം നിലനിർത്തണം. ഹല്ലേലൂയ, സ്തോത്രം. ഇതെന്റെ ആദ്യ സഭകളിൽ ഒരു സഭയാണിത്. സ്തോത്രം. എന്റെ ആരംഭ സമയമാണ്. അപ്പം ഇവിടെ എനിക്ക് വേദനിപ്പിച്ചതല്ല പറഞ്ഞു കേട്ടോ, ഇവിടെ എനിക്ക് വേദനിച്ചാൽ ഈ വേദന ഒരുപക്ഷെ 30 അധികം നാള് സഭാ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കത്തില്ല എന്നൊരു ദൂത എന്നോട് കടപ്പുണ്ട്. അത് നിങ്ങളാരും തത്രപ്പെടേണ്ട, അതിന് വേണ്ടി ശ്രദ്ധിക്കണേ. ഇല്ല എന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ദൈവദാസന്മാർ എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തോ ചെയ്യുക. ഞാൻ പറയും സഭാ ശുശ്രൂഷ. അവർ ചോദിക്കുന്നത് ഞങ്ങളിത് ചുമ്മാ ചോദിച്ചല്ല, ദൈവം ഞങ്ങളോട് ചോദിക്കാൻ പറഞ്ഞത് എന്തോ ചെയ്യുവാന്ന്. What are you doing here? ദൈവത്തിന്റെ സമയം തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണേ, അതിന്റെ അർത്ഥം ഇവിടെ വെച്ചാൽ പുതുതായി വരുന്ന ഒന്നിനെ തളർത്തുവാൻ ദൈവം ഇച്ഛിക്കുന്നില്ല. അതുകൊണ്ട് അനന്യാസിനെ സഭയിലെ ദൈവം തകർത്തു. പിന്നെയും ഒത്തിരി കപടഭക്തിക്കാരുണ്ടായിരുന്നു സഭയ്ക്കകത്ത്. ഉണ്ടായിരുന്നേ. പൗലോസിന്റെ കൂടെ നടന്ന ദേമാസ് ഉണ്ടായിരുന്നു, അലക്സാണ്ടർ ഉണ്ടായിരുന്നു, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാരും ചത്തുകഴില്ല സഭയ്ക്കകത്ത്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, അതെന്താ കർത്താവ് അനന്യാസിനെ സഭയിലെ മാത്രം? കർത്താവ് പറഞ്ഞു, അതൊരു ആദ്യത്തെ ഒന്നായിരുന്നു. പിന്നെ ഒരുപക്ഷെ അനന്യാസിനോട് കാണിച്ച ഒരു ദൈവകൃപയായിരിക്കും. കാരണം എന്താ അറിയോ, ഈ സാത്താൻ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട് ദൈവസഭയ്ക്കകത്ത്. വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആരെ കേൾപ്പിക്കാൻ? പൗലോസ് പറയുന്നതാണ്, അവന്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാം? സാത്താനെ കേൾപ്പിച്ചേക്കാനാണ്. എന്ത് നശിപ്പിക്കാൻ? ശരീരം നശിപ്പിക്കാൻ. അപ്പൊ ഈ ശരീരത്തെ നശിപ്പിച്ചിട്ട് ആത്മാവിനെ ഒരുപക്ഷെ നിത്യതയെ കൊണ്ടുപോകാനുള്ള ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നേക്കാം അനന്യാസോട് ദൈവം അന്ന് കാണിച്ചത്. എന്ന് പറഞ്ഞാൽ നീ ഇവിടെ പ്രയോജനപ്പെടുന്നതിനേക്കാളും അവൻ നിത്യതയെ പ്രയോജനപ്പെടൂടാ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്തുവാ? കപടഭക്തിക്കാരെ ദൈവം ഇവിടെ വെച്ച് അനുവദിക്കുന്നുണ്ടെങ്കിൽ പേടിച്ചോണം. കാരണം എന്താ? ഇതിനെ അവസാനത്തേക്ക് ദൈവം മാറ്റി വെച്ചിരിക്കുക. വായിച്ചേ, യൂദാ അഞ്ചാമത്തെ വാക്യം കൊണ്ട് വായിച്ചു. ആറാമത്തെ വാക്യം തങ്ങളുടെ വായിച്ച് പതിനൊന്നാമത്തെ വാക്യം. അവർ കയ്യോ കഷ്ടം, അവർ കൈയുടെ വഴികൾ നടക്കുകയും കൂലി കൊതിച്ച ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ഘോരകന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ 12ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ഇവരെ കുറിച്ച് ഏതാ? കളയെ കുറിച്ച് പറയുക. ഇവർ നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തിന്നുന്നവർ. മേഘങ്ങൾ ഇല പൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഒത്തിരി
ആഴത്തിൽ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗങ്ങളാണ്. ഞാൻ മുമ്പോട്ട് പോട്ടെ. 11ാമത്തെ വാക്യം. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാൻ. വായിച്ചേ. അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളെയും നിമിത്തവും തനിക്കെതിരെ എന്ന് പറഞ്ഞപ്പോൾ ഓർത്തോളം സഭയ്ക്കെതിരെ എന്ന്. തനിക്കെതിരെ എന്ന് പറയുമ്പോൾ സഭയ്ക്കെതിരെ. വായിച്ചോ. ആയിരം വിശുദ്ധന്മാരോടും കൂടെ എന്ത് ചെയ്യുന്നു? വന്നിരിക്കുന്നു. Is coming. Hallelujah. ദാസൻ ചെന്നിട്ട് യജമാനോട് ചോദിച്ചു, ഇപ്പൊ പറിക്കട്ടെ? വേണ്ട, വേണ്ട. ഇവ നിങ്ങളുടെ സ്നേഹസന്ധ്യകളിൽ മറഞ്ഞു നടക്കുന്ന തടങ്കൽ പാറകളായിരിക്കും. കാറ്റില്ലാതെ ഒഴുകി നടക്കുന്ന മേഘങ്ങളായിരിക്കും. ഇലയും ഫലവും ഹല്ലേലൂയ വീണിട്ട് രണ്ടുര വേരറ്റുപോയവരായിരിക്കും. സ്വന്തം നാണക്കേട് പതപ്പിക്കുന്നവരായിരിക്കും. ഇവരെ കുറിച്ച് ഹാനോക്ക് പറയുന്നു, ഇതാ ദൈവം ഇവരെ വിധിക്കുവാൻ 1000 ദൂത ഭക്തന്മാരോട് വിശുദ്ധന്മാരോട് കൂടെ ഇവിടേക്ക് വരുന്നു. ദൈവം വളരുവാൻ അനുവദിച്ചത് കൊണ്ട് ദൈവം അതിനെ അനുവദിച്ചു എന്നല്ല അർത്ഥം. ദൈവം അതിനെ മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കൊയ്ത്തുകാരോട് പറയും. കൊയ്ത്തുകാരോട് പറയും, ദാസന്മാരെ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ കൊയ്ത്തുകാരോട് പറയും. അവരാദ്യം ഈ കളയെ പറിക്കും. ഇന്ന് പകൽ ദൈവസന്നിധിയിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരുപക്ഷെ ദാസന്മാരുടെ കൈ നിങ്ങൾക്ക് വിരോധമായി വന്നില്ലെങ്കിലും, ഹല്ലേലൂയ, നിങ്ങളെ കുറിച്ച് ഒരുപക്ഷെ മറ്റാർക്കും അറിയത്തില്ലെങ്കിലും, ഇന്ന് പകലിൽ വിധിക്കുവാൻ വേണ്ടി ഒരുവന്റെ കരം ഇതിന്റെ പുറകിൽ കറങ്ങുന്നുണ്ട്. അത് കൊയ്ത്തുകാരൻ എന്നാണ് വചനം പറയുന്നത്. He will command to the reapers, servants, you be silent, I will command to the reapers. അവരാദ്യം വന്ന് ഇതിനെ പറിച്ച് കെട്ടി കത്തിക്കും. ഒരിടത്തൊരു വലിയ കൊയ്ത്ത് നടക്കുമ്പോൾ മറ്റൊരിടത്ത് വലിയൊരു തീ കത്തും. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തായിരുന്നു, ഈ മണ്ണിൽ ഒരേ ഇടത്തായിരുന്നു, ഈ മണ്ണിൽ ഒരുപോലെ വളർന്നു, ഈ മണ്ണിൽ. പക്ഷേ ഡെസ്റ്റിനി ഈസ് ഡിഫറെന്റ്. കാരണം എന്തുവാ? ഇവരുടെ ഡെസ്റ്റിനി ഡിഫറെന്റ് ആകാൻ കാരണം ഇവരുടെ ഒറിജിനും ഡിഫറെന്റ് ആയിരുന്നു. സ്തോത്രം. ഇവരുടെ അന്ത്യം വ്യത്യാസമാകാൻ കാരണം ഇവരുടെ ആരംഭവും വ്യത്യാസമായിരുന്നു. ദൈവം നട്ടയല്ലായിരുന്നു, പിശാച് നട്ടയായിരുന്നു. For a while they were like one. ഇവരുടെ ആരംഭവും വ്യത്യസ്തമായിരുന്നു, ഇവരുടെ അന്ത്യവും വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നു, നിന്നെ ഇതിൽ നട്ടതാരാ? നിന്നിൽ വെളിപ്പെടുന്ന സ്വഭാവം ഏതാ? ഹല്ലേലൂയ. You may have found a good church. ഒരു നല്ല നിലം നീ കണ്ടെത്തി കാണും. ചില മകൾ ദൈവം ചോദിക്കുന്നു, നിന്റെ അകത്തുനിന്ന് വെളിപ്പെടുന്ന ഫലമേതാ? ഹല്ലേലൂയ. നിന്നെ വിശ്വസിക്കുവാൻ കഴിയുന്ന സ്വഭാവത്തിന്റെ ഉടമയാണോ നീ? നിന്നെ അംഗീകരിക്കുവാൻ കഴിയുന്ന സ്വഭാവത്തിന്റെ ഉടമയാണോ നീ? ഇന്ന് പകലിൽ അല്ലെങ്കിൽ ദൈവസന്നിധി ഏറ്റുപറഞ്ഞിട്ട് അത്താ, ഈ നിലത്തൂലിനി എന്നെ പറിക്കുമ്പോൾ എന്നെ കളപ്പുരയിൽ കൂട്ടണം, എന്നെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് എടുക്കരുത്. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? The fruit has to change. ഫലം മാറണം.
I don't know how that happens. How the fruit is going to change, I don't know. ആ ഫലം എങ്ങനെ മാറും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് പകലിൽ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ ഈ പകൽ ദൈവം പറയുന്നു, He can change it from inside. He can change it from inside. രക്ഷയെ കാംക്ഷിക്കുന്നവരെ അവൻ അതിലാക്കും. ഹല്ലേലൂയ. അപ്പ വന്നുപോയ വീഴ്ചകൾ, വന്നുപോയ കുറവുകളെ ഇന്ന് പകൽ ദൈവം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. നമ്മുടെ കണ്ണുകളിൽ ദിവസങ്ങളിലായിരിക്കാം, നമ്മുടെ ഹൃദയങ്ങളിൽ പകലിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, മാസ്റ്റർ, did we not sow good seed? നല്ലതല്ലേ വിതച്ചത്? പകൽ ദൈവം ഇതിലെ എല്ലാ ദോഷത്തിന്റെയും പുറകിൽ ദുഷ്ടനല്ല, വിതച്ചത് നല്ലതാണോ കൂടുതൽ നീ ചിന്തിക്കണം. ഹല്ലേലൂയ. നീ വിതച്ചത് നല്ലതാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. നീ പറഞ്ഞത് നല്ലതാണോ? നീ പ്രവർത്തിച്ചത് നല്ലതാണോ? നീ ചിന്തിച്ചു കൂട്ടിയത് നല്ലതാണോ? ഹല്ലേലൂയ. നീ വിതച്ചത് കൊയ്യും. What you sow you will reap. വിതച്ചത് കൊയ്യും, അത് ഫലമാണ്. കർത്താവേ, ഞങ്ങൾ നല്ലത് വിതയ്ക്കുവാൻ, നന്മ വിതയ്ക്കുവാൻ, സ്നേഹം വിതയ്ക്കുവാൻ, ധാരാളമായി കരുണ ഞങ്ങൾ പ്രാപിച്ചതാ, കരുണയിൽ തന്നെ ഞങ്ങൾ വിതയ്ക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ. ദുഷ്ടനെ നിന്റെ മേളിൽ ഒരുപക്ഷെ ദൈവം കുറെ സമയത്തേക്ക് ആക്കി വെച്ചേക്കാം. പക്ഷെ നമ്മുടെ ദൈവത്തിലെ ആ സമയമാകുമ്പോൾ അവൻ അതിനെ നിന്റെ മേളിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ചില ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അധികം നാൾ നീ അമർന്നിരിക്കേണ്ടി വരത്തില്ല. നിന്റെ മീതെ നിന്ന് ആ ഭാരത്തെ ദൈവം എടുത്തു മാറ്റുന്നു. ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിച്ചു തുടങ്ങിക്കോ. ആ ഭാരം മാറി തുടങ്ങുമ്പോൾ ഓർത്തോളം നിന്റെ കൊയ്ത്തിന്റെ സമയമാകാൻ ഇടയാ. സമയമായ നിന്ന് പകൽ നീ ചിന്തിച്ചു തുടങ്ങിക്കോളാം. ഇന്ന് പകൽ ചില ദൂതുകൾ ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, there is something that is troubling you today. ദൈവം പറയുന്ന ഭാരത്തെ ഇന്ന് പകൽ ഞാൻ എടുത്തു മാറ്റാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് മഹാസ്നേഹം ദൈവം കാണിച്ചില്ലേ? ഈ നിലത്ത് ദൈവത്തിനെ കൊണ്ടുവന്നില്ലേ? പകൽ കരുണ ലഭിച്ചെങ്കിൽ, കരുണ ലഭിച്ചെങ്കിൽ, കരുണ നീ അനുഭവിക്കുന്നെങ്കിൽ പകൽ വിളിച്ചു പറ, എന്റെ വന്നുപോയ കുറവുകളെ ദൈവം ക്ഷമിക്കുമാറാകണമേ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നാം വായിച്ചു, കർത്താവ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, It's not my enemy who has done it. ഒരു ശത്രുവല്ല. He looked like my friend. കർത്താവ് ഇന്ന് പറയും നമ്മളോട് ചോദിക്കുക, നിന്നെ കണ്ടപ്പോൾ എന്റെ സ്നേഹിതനെ പോലെ എനിക്ക് തോന്നി. Hallelujah. I thought that you were my friend. പക്ഷേ എന്തോ സംഭവിച്ചു. There was war in your heart already. നിന്റെ മനസ്സിൽ നേരത്തെ യുദ്ധമുണ്ടായിരുന്നു. ദൈവസഭയിൽ നിന്ന് ലൂസിഫർ പുറമെ ഒന്ന് നോക്കിയപ്പോൾ വളരെ മനോഹരമാണ്. പക്ഷെ അകത്തവന്റെ അകത്ത് ദുഷ്ടത അവൻ വിതച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ കേട്ട വചനത്തിന് മുന്നിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ മനഃപൂർവ്വമായി ഉപേക്ഷിച്ചുകൊണ്ട് ജനഹിതമായിട്ടൊരു വ്യത്യാസം ഞങ്ങളിൽ വരുത്തുവാൻ ദൈവത്തിന് കഴിയാം. ഞങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടല്ലോ. അതിനെ മലിനമാക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ എല്ലാ ആധിപത്യ ശക്തികളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അകറ്റി പ്രാർത്ഥിക്കുക.